ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ഇതും കുഞ്ഞുനാൾ മുതൽ തന്നെ നാവിന് ഏറ്റു വന്നിട്ടുള്ളൊരു രുചി തന്നെയാണ്. അതായത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുള്ള ഒരു 4 മണി പലഹാരം. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ബിഗ് സൈസിലുള്ള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ കൊത്തിയരിയാതെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ കപ്പ് കടലമാവ്, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, 5 പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 മുട്ട പൊട്ടിച്ച് വയ്ക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം. മാവ് എല്ലാ സൈഡിലേക്കും കടലമാവും എല്ലാം എത്തുന്ന തരത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിൽ കടലമാവ് നമ്മൾ അധികം കൂടാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇതിൽ പോരാത്തതുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ കുറേ കടലമാവ് ചേർക്കരുത്. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും എല്ലാം കൂടി കുഴച്ച് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, മുക്കി പൊരിക്കാൻ പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് ചെറിയ ഓരോ സ്പൂണിൽ, ഒരു വലിയ സ്പൂണിൽ കോരാൻ കിട്ടുന്ന തരത്തിലുള്ളത് എടുത്തിട്ട് അത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഇടുമ്പോൾ എണ്ണം കുറവിടുന്നത് നല്ലത്. അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ നമുക്ക് കൂടുതലിടാം. അത് ഇടുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നിനെ ഇങ്ങനെ സെപ്പറേറ്റാക്കി മാറ്റിയിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി ഒന്നിച്ചായിട്ട് പോരും. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ഇനി അതൊരു അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അത് മറിച്ചിട്ടിട്ട് കഴിക്കണം. 2 സൈഡും ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്കത് കുത്തിയെടുത്തിട്ട് അരിപ്പ പോലെ വെളിച്ചെണ്ണ പോകുന്നത് അരിപ്പ പോലുള്ള ഇതിലേക്ക് വെക്കാം. അടുത്ത ട്രിപ്പ് മുതൽ നമുക്കതിൽ കൂടുതൽ എണ്ണ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത്തവണ നമ്മളിതിൽ മുഴുവൻ നിറച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് അടിഭാഗം അത് വെന്ത് കഴിയുമ്പോൾ നമ്മളത് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിക്കണം. എപ്പോഴും നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ കോരിയെടുക്കാൻ ഇങ്ങനെ ഈ പപ്പടത്തിൻ്റെ കോല് പോലെയുള്ള എന്തെങ്കിലും കൊണ്ട് കുത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അതിൽ നിന്ന് വെളിച്ചെണ്ണ കുറേ അതിലേക്ക് പൊക്കോളും. അരിപ്പ കയ്യിൽ വെച്ചിട്ട് അതിങ്ങനെ കോരിയെടുക്കുമ്പോൾ അതിൽ വെളിച്ചെണ്ണ മുഴുവൻ അതിൽ തന്നെ ഇരിക്കാനാണ് ചാൻസ് ഉള്ളത്. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയാൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം, ചെയ്ത് നോക്കിയിട്ട്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.